വ്യാജരേഖകൾ നൽകി അനർഹമായി ബിപിഎൽ മുൻഗണനാ റേഷൻ കാർഡ് കൈവശപ്പെടുത്തി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിഴശിക്ഷാ നടപടി നേരിട്ട കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ മീനാഭായ് സാജനും കുടുംബത്തിനും അർഹതയില്ലാത്ത മുൻഗണനാ സബ്സിഡി ബിപിഎൽ കാർഡ് കൈവശം വെച്ച് അനർഹമായി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്നതായി താലൂക്ക് തല സപ്ലൈ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2021 ജൂലൈ 15 മുമ്പ് കാർഡ് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി പിഴ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതിന് മാധ്യമങ്ങൾ മുഖേന പലതവണ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മീനാഭായ് സാജൻ ഇതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഒന്നാം ഗഡുവായ 2022 ജനുവരി മാസം മുതൽ കൈപ്പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ തുകയായ 3658 രൂപ പിഴയായി അടയ്ക്കുവാൻ കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ നോട്ടീസ് നൽകിയത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഭരണഘടനാ പദവിയിലിരുന്ന് സർക്കാരിനെ കബളിപ്പിച്ച് കുറ്റകൃത്യം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മീന സാജൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന ആവശ്യം ഉന്നയിച്ച് യുഡിഎഫ് രംഗത്തെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിലെ അർഹരായ നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ ബിപിഎൽ കാർഡ് ലഭിക്കാതെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിയുന്ന സാഹചര്യത്തിലാണ് ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി മീന സാജൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നും ഇവരെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ മുൻനിർത്തി യുഡിഎഫ് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എന്നുള്ള സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് പോലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പാവപ്പെട്ട കുടിലുകളിൽ താമസിക്കുന്ന ആളുകളിൽ പോലും ബിപിഎൽ പെടാത്ത ആളുകളുണ്ട്. ഇതിലെ ഒരുപാട് ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവർ മേടിച്ചുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ബിപിഎൽ ആവാം, യഥാർത്ഥത്തിൽ ബിപിഎൽ ആണെങ്കിൽ. അതുമാതിരി തന്നെ കാറുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു മാസം ഏകദേശം 25,000 രൂപയോളം അവര് കൈപ്പറ്റുന്നുണ്ട്. ഒന്നാമത്തെ വനിത ആരാ? പഞ്ചായത്ത് പ്രസിഡന്റാണ്. മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ മാന്യത, അതിനുപരി ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അടിയന്തരമായി രാജിവെക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ യുഡിഎഫിന്റെ നേതൃത്വം ആവശ്യപ്പെടുന്നത്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഡിസിസി ജനറൽ സെക്രട്ടറി വി.കെ. രഘുസ്വാമി, യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ആർ.എച്ച്. മനാഫ്, CMP ഏരിയ ജോയിന്റ് സെക്രട്ടറി KC ഹംസ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.